നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു മധുരക്കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കാണാം. മധുരത്തോടൊപ്പം ലേശ എരിവും ഉപ്പും ഒക്കെ ഉള്ളൊരു മധുരക്കറി. 2 നേന്ത്രപ്പഴം അതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. അര കപ്പ്, അതായത് ഏകദേശം 100 ഗ്രാമോളം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിൽ വേവിച്ച് മാറ്റി വയ്ക്കുക. ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കുക. അരമുറി തേങ്ങ ചിരവിയതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. നേന്ത്രപ്പഴങ്ങൾ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഒരു പാൻ ചൂടാക്കി ലേശം നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നീട് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് മാറ്റി വെച്ച് കടലപ്പരിപ്പ് വെന്ത വെള്ളം മാത്രം ആദ്യം ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങൾ വെന്തുടയാതെ ഇങ്ങനെ കുറുകി വരുമ്പോൾ മാറ്റിവെച്ച വെന്ത കടലപ്പരിപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ കടലപ്പരിപ്പ് ലേശം വെന്ത് ചേർക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കടലപ്പരിപ്പ് വെന്തുടയാതെ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ലാസ്റ്റ് കഴിക്കുമ്പോൾ ആ കടലപ്പരിപ്പൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസം. ഞാൻ മധുരത്തിലേക്കായിട്ട് ഏകദേശം 150 ഗ്രാമോളം ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ മധുരം ആവശ്യമുള്ളവർ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ച അരപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 2-3 വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില, കുറച്ച് കുരുമുളക് ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് വഴറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് താളിക്കുക. അങ്ങനെ നേന്ത്രപ്പഴം കൊണ്ടുള്ള മധുരക്കറി തയ്യാർ. ഈ മധുരക്കറിയെ കൊങ്കണിയിൽ കേളയ അമ്പേഡ് എന്ന് പറയും. മധുരം ഇഷ്ടമുള്ളവർ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാം. നല്ല സ്വാദാണ്. ഇല്ലെങ്കിൽ വെറുതെ കഴിക്കുകയാവാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.